ഇന്ന് നമുക്ക് പുട്ടുപൊടി വെച്ചിട്ടുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. പുട്ടുപൊടി മാത്രം മതിയാവട്ടെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പുട്ടുപൊടി അതുപോലെ തന്നെ ചുവന്നുള്ളിയും അതുപോലെ തന്നെ തേങ്ങയും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നല്ല ഈസിയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പൊ അതാ കുറച്ച് ചുവന്നുള്ളി അതുപോലെ തന്നെ തേങ്ങയും ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് മറന്നു പോവാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ഞാനിവിടെ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഞാനെടുത്ത പുട്ടുപൊടി ഏകദേശം 1/2 കിലോന്റെ അടുത്തുണ്ടാവും കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത്രയും മതിയാവും കേട്ടോ. അപ്പൊ നമ്മൾ എടുക്കുന്നതിന്റെ ഒരു കുറച്ച് ഭാഗം നമ്മളെ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർ ഇഷ്ടം പോലെ. തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ചധികം തന്നെ തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതിയാവേ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം എന്താ പറയാ, നമ്മളിപ്പോ ഇതിനേക്കാട്ടും കുറച്ച് മുകളിലായിട്ട് നിൽക്കണം കേട്ടോ. ഇതൊന്ന് കുതിർന്ന് വരണം. കുറച്ച് നേരം കുതിർന്ന് വന്നാൽ ഇതേപോലെ ഇരിക്കും കേട്ടോ. കുതിർന്ന് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം നല്ലോണം. കുറച്ച് തരിയൊക്കെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്ന് അടിച്ചെടുക്കട്ടോ. ഏകദേശം നമ്മൾ അരിയൊക്കെ അരച്ചാൽ കുഴഞ്ഞ രീതിയിൽ നിൽക്കല്ലോ, അതുപോലെ അരച്ചെടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുത്തിന് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുക. അതൊരു ടീസ്പൂൺ മതിയാവും കേട്ടോ, കുറച്ച് മതിയാവും. ഇതാ ഇതേപോലെ അടിച്ചെടുക്കുക. നല്ലോണം അടിച്ചതിന് ശേഷം ഉള്ളതാണ് ഇത്. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് തരി പോലെ കുറച്ച് തരി നിന്നോട്ടെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ ഇതിലേക്ക് കുറച്ച് ബാക്കി വെച്ച പുട്ടുപൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കുഴച്ച് വെക്കുക കേട്ടോ. കുഴച്ച് വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് വരികയെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ലൂസായിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ കുഴച്ച് വെച്ചാൽ മതി. കുറച്ച് നേരം വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമുക്കിത് കറക്റ്റ് പാകാന്ന് മനസ്സിലാവും കേട്ടോ. പുട്ടുപൊടിയല്ലേ, അതിൽ വെള്ളം കുടിക്കല്ലോ. ഇത് ഞാൻ കുഴച്ച് വെച്ചേരം കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് വന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തി കേട്ടോ. കുറച്ചും കൂടി വേണം എന്ന് വിചാരിച്ചേരാം. കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ വെള്ളവും ചേർത്ത് കൊടുത്തിരുന്നു. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിൽ കേട്ടോ. അതിപ്പോ കറക്റ്റ് നമ്മുടെ അരി അരച്ചിട്ട് ചുടുന്ന ആ ഒരു ടൈപ്പിലാണ് നമുക്ക് കിട്ടിയത്. ഇതേപോലെയാണ് കേട്ടോ വേണ്ടത്. ഇത്രയും മതിയാവും. എന്നിട്ട് നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു നോക്കുക. കുറച്ചും കൂടി ടൈറ്റ് ആവുക വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കറക്റ്റ് പാകാണ് കേട്ടോ. ഇനിയിപ്പത് ചുവന്നുള്ളിയും തേങ്ങയൊക്കെ നല്ലോണം അടിഞ്ഞത് കൊണ്ട് തന്നെ ഒട്ടും തേങ്ങയും ചുവന്നുള്ളിയൊന്നും പുറത്തേക്ക് കാണുന്നില്ല കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് വെച്ചാൽ തടവി കൊടുക്കുക. ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുറച്ചെടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ വാഴന്റെ എടുത്താൽ മതിയാവേ. ഇനി ഇത് ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് എല്ലാം ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പൊ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അധികം കട്ടി വേണമെങ്കിൽ ഒന്ന് നല്ലോണം അമർത്തി കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കട്ടി വേണമെങ്കിൽ അധികം അമർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ നമുക്ക് കിട്ടിയത്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിന്. അതിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊരിഞ്ഞ് വരുന്നു നോക്കാം. അതിന് ശേഷം നമുക്ക് പരത്തി വെച്ച ഒരു പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം മാത്രം പത്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം പൊള്ളിച്ച് വരും കേട്ടോ. പൊള്ളിച്ച് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അടിഭാഗം ഒന്ന് ചെറുങ്ങനെ ഒന്ന് കളർ മാറി വന്നോട്ടെ. എന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഇതേപോലത്തെ ഇരുമ്പിന്റെ ചീൻചട്ടി ആകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ നമുക്ക് ഉൾഭാഗമൊക്കെ. ഇത് ഇതേപോലെ ആയി കിട്ടിയിട്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു ഭാഗം കൂടി നല്ല കുറച്ചൊരു കളർ മാറി വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. നമ്മളെ നെയ്പത്തിരി ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഓരോന്നും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഇതാ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. നല്ലോണം പൊങ്ങി വരും കേട്ടോ. നല്ല അടിപൊളിയായി നെയ്പത്തിരിയാണേ. നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാകും കേട്ടോ. നല്ല മുകൾ ഭാഗമൊക്കെ നല്ല ഞെരിവോടെ, ഉൾഭാഗമൊക്കെ നല്ല എന്താ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്പത്തിരിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഇട്ടത്. ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇതിന് കറിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് അപ്പാട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. നല്ല എന്താ കറുമുറയായിട്ടുണ്ട് കേട്ടോ മുകൾ ഭാഗമൊക്കെ. ഇതാ നമ്മുടെ നെയ്പത്തിരി അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് എന്തായാലും നിങ്ങളെ കമന്റ് എന്തായാലും ഒന്ന് അറിയിക്കുക. അപ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ്. ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചില നെയ്പത്തിരിയൊക്കെ നമ്മൾ എന്താ അലുമിനിയത്തിന്റെ ഒരു പാത്രത്തിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഉൾഭാഗം ഒരു വേവാത്ത പോലൊക്കെ തോന്നും. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. എന്തായാലും ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ഇരുമ്പിന്റെ ചട്ടിയിൽ ചീന ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കിട്ടും. നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ എടുക്കാം.